ഇങ്ങനെയൊക്കെ കാണിക്കണോ? ഋതപ്പനെ ഓർത്ത് എങ്കിലും ഇതൊക്കെ നിർത്തി, അല്ലാതെ ഇങ്ങനെയൊക്കെ ജീവിക്കാം, ഫെയിം ഉള്ളത് അല്ലേ? അതിൽ ഞാൻ ലൈവാണ് പോയത്, എൻ്റെ ലിപ്പ് പൊട്ടിയിരിക്കുന്ന കാര്യം ആണ് സംസാരിച്ചത്, അല്ലാതെ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രേണു സുധി ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് വളരെ ആരോഗ്യപരമായിട്ട് അവർ വളരെ ബുദ്ധിമുട്ടി നടക്കുന്ന ക്യാൻസർ പോലത്തെ ഒരു രോഗത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പല കേസും രേണുവിൻ്റെ ഒഴിവാക്കി വിട്ടാണെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാണ്ടായ റീസൺ, കഴിഞ്ഞ പ്രാവശ്യം രേണുവിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്ന 2 ദിവസം മുന്നേ രേണു കിച്ചു റിലേറ്റഡ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടുവരില്ല. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ അവിടെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞത് രേണുവിന് അങ്ങനെ ഒരു സംസാരം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പേഴ്സണലി വേണമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു കാരണവശാലും ആ പയ്യനെ സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് 4 ആളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. ഈ വീഡിയോ രേണുവിൻ്റെ വരുന്നതോടുകൂടി ഞാനൊക്കെ സംസാരിച്ച പോലെ ആയിരിക്കില്ല, 2 ഭാഗമുള്ളതാണ്. രേണുവിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർ എന്ത് രീതിയിൽ വേണമെങ്കിൽ പറഞ്ഞിട്ട് അവനെ പ്രകോപിപ്പിക്കും. അതിൻ്റെ ബാക്കി അവൻ്റെ ഭാഗത്തുനിന്ന് പല കാര്യങ്ങളുണ്ടായിരിക്കും. അത് മാത്രമല്ല, അവർ ആ വീഡിയോ ചെയ്തതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവർ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് അവർക്ക് ബാക്ക് ഫയർ ചെയ്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞാനത് വീഡിയോ ചെയ്തിരുന്നു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഇന്ന് ഞാൻ വീണ്ടും, കഴിഞ്ഞ ദിവസം കിച്ചൊരു വീഡിയോ ഇട്ടു, ഒരുപാട് പേർക്ക് വിഷമമുണ്ട്. ഞാൻ ഏതായാലും പോകാൻ തീരുമാനിച്ചു, ആ വിഷമം അങ്ങോട്ട് മാറി കിട്ടട്ടെ. ഒരുപാട് പേര് ഞെട്ടി ആ വീഡിയോ കണ്ട സമയത്ത്. എനിക്ക് വലിയ ഞെട്ടലുണ്ടായില്ല, കാരണം എന്താ വെച്ചാൽ ഇത് നടക്കാൻ പോവുകയാണെന്നുള്ള കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇനി എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിന് മറുപടിയായിട്ട് രേണു എന്തും കൊണ്ടാണ് രേണു വരിക, എന്തും കൊണ്ടാണ് രേണു ഇനി വരാൻ പോകുന്നത് എന്നുള്ളൊരു സംഗതിയിൽ മാത്രമേ എനിക്ക്, കാരണം വെച്ചാൽ അവരുടെ അവസ്ഥ അതായതുകൊണ്ട്. പഴയ കേസാണെന്ന് വെച്ചാൽ നമ്മൾ പോന്നോട്ടെ വന്നോട്ടെ എന്ത് വേണമെങ്കിൽ സംസാരിക്കും നമ്മൾ. പക്ഷേ ഇപ്പോൾ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. പറയാൻ കാരണം, കുറച്ച് മുന്നേ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ആൺമക്കളില്ലേ, 2 കൂട്ടർ, ആൺമക്കളോ പെൺമക്കളോ 2 കുട്ടികളില്ലേ, ഇതുപോലെയൊക്കെ വേണം. അതൊക്കെ അവർ ചെയ്ത കാര്യങ്ങളാണ്. ചെയ്ത കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയാണെന്ന് എവിടേക്കും പോവില്ല. തലമുറകളോളം എന്ത് ഇവിടെ കിടന്നിങ്ങനെ കളിക്കും. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് വിമർശിക്കുന്ന സമയത്ത് ഞാൻ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് ഇഷ്ടമാണ് അവരുടെ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും ലൈവിൽ എന്ത് കാണിക്കുകയാണെങ്കിലും ചുണ്ടിൻ്റെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ അതൊന്നും പറഞ്ഞിരുന്നില്ല. അവരുടെ ഇഷ്ടമാണ് ചെയ്യേണ്ടത്. ഞാൻ ആ കേസിൽ അത്ര കൂടുതൽ വീഡിയോസ് ചെയ്തില്ല. അവരുടെ ഇഷ്ടമാണ്. പക്ഷേ മക്കൾക്കും ബാക്കിയുള്ളവർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പറഞ്ഞു. ഇപ്പോൾ അവർക്ക് അസുഖം കാര്യങ്ങളൊക്കെ വന്നു. അസുഖം വന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുകൊണ്ട് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ പല ആൾക്കാരും എല്ലാവരും എന്നെ പോലെ ചിന്തിച്ചോളുന്നില്ല. അവർ സംസാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്തായാലും പറയും. കിച്ചു ഒരു വീഡിയോ ഇട്ടുണ്ട്, ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ രേണു പറഞ്ഞ പോലെ എന്നെ 11 വയസ്സ് മുതൽ ഞാൻ നോക്കി വളർത്തിയിട്ടുള്ളൊരു പയ്യൻ എന്നെ കാണാൻ വന്നില്ല. ആ ഒരൊറ്റ വേർഡിങ്ങാണ്. കിച്ചു എന്നെ കാണാൻ വന്നില്ല എന്ന് മാത്രമല്ല, 11 വയസ്സ് മുതൽ ഞാൻ എൻ്റെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല, ഞാൻ നോക്കി വളർത്തിയിട്ടുള്ള ഒരു പയ്യൻ. ഒരൊറ്റ ഡയലോഗ് അവന് കിട്ടും, അവനെന്നെ മറുപടി തരുന്നുള്ളത് ഷുവറായിരുന്നു. ആദ്യം ഞാൻ കിച്ചു 2 ദിവസം മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, കാണാൻ പോകുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പം എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സത്യം പറഞ്ഞ ഞെട്ടി, ശരിയാണ്. പക്ഷേ അത് ആ സംസാരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ കുറച്ച് ഷോർട്ടായിട്ട്, ഇതുവരെ ഞാൻ ഇവനെങ്ങനെ ഇത്ര മെച്ചുവേർഡായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അവൻ വളരെ കൃത്യമായിട്ട് അവൻ പല കാര്യങ്ങളും അവൻ്റെ മനസ്സിലുണ്ട് എന്നുള്ള കണ്ടീഷനിലാണ് അവൻ ഈ വീഡിയോ ചെയ്തത്. ഇതിന് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി എന്നുള്ളത് അറിയില്ല. എവറിബഡി വെയിറ്റിംഗ് ആയിരുന്നു ആസ് യൂഷ്വൽ. പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു പ്രത്യേക ചാനൽ മീഡിയ, ആ ഒരു ചാനലുണ്ടല്ലോ, രേണുവിൻ്റെ അവിടെ എന്ത് സംഭവിച്ചാലും അവരവിടെ പുറത്ത് കാത്തിക്കുകയാണ്. അവർ ആ വീടിൻ്റെ പുറത്തവിടെ കാത്തിക്കും. അവിടെ ആര് കയറി കഴിഞ്ഞാലും, അവിടെ എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും അവരവിടെ പാഞ്ഞെത്തും, അതിൻ്റെ വീഡിയോ എടുക്കും. അവരുടെ വല്ല ഇൻ്റർവ്യൂ വരെ ഞാൻ അതാ ചോദിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ സ്വകാര്യമായിട്ട് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുമോ എന്ന് ചോദിച്ചിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം. ഇത് വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ അതേമാതിരി ആ ഒരു ചാനൽ പാഞ്ഞെത്തിയോ എന്നുള്ളതാണ് ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ അതൊന്നും കണ്ടില്ല. പക്ഷേ കിച്ചു ഒന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ഇതെന്തോടെ പറയാന്ന് വെച്ചാൽ 2 വിഭാഗമാണ് ഇതിൽ. ഭയങ്കര സ്ട്രോങ് ആണ്, 2 ഭാഗവും സ്ട്രോങ് ആണ്. രേണുവിൻ്റെ ആൾക്കാർ, രേണുവിനെ എതിർക്കുന്ന ആൾക്കാർ ഇപ്പം ഉണ്ടാകുന്നു. പക്ഷേ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ചെക്കനെ വല്ലാണ്ടിട്ട് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊക്കെ ഇപ്പോൾ പല സമയത്തും എന്നെപ്പോലെ പല ആൾക്കാരും ഇപ്പോൾ ആരെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരൊക്കെ ഇപ്പോൾ ഈ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും കൂടി ആരും സംസാരിക്കുന്നില്ല. ഇറങ്ങത്തെ ഒരു അവസ്ഥയല്ലേ. അതിന് പോലും അവൻ സംസാരിക്കാതിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അതിൽ വന്ന് പറയുന്നുണ്ട്, എനിക്ക് വിഷമമുണ്ട്. അതിൽ പോലും അവനെ വീണ്ടും സംസാരിപ്പിക്കാത്ത രീതിയിലാണ് ബാക്കിയുള്ള എതിർ ടീമിലുള്ള ആൾക്കാരാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേണുവിൻ്റെ സോ കോൾഡ് ആ ഒരു സ്നേഹിക്കുന്ന ടീമുണ്ടല്ലോ ഇവരൊക്കെ പറയുന്നത്.
കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഈ രേണുവിൻ്റെ ഈ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്ത സമയത്ത് ഒരു അയമ്മ വന്നിട്ട് പറഞ്ഞു കേട്ടു, അവരവസ്ഥ എന്താണെന്ന് അറിയുമോ എന്നൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡയലോഗ്. ഞാനത് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് മാത്രം ഇവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്ഥലമാണോ, അതല്ലെങ്കിൽ ഇവർ പറഞ്ഞതനുസരിച്ച് മാത്രം നമുക്ക് മുണ്ടാൻ പറ്റുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നമ്മളൊക്കെ ഇടപെടാൻ പറ്റുള്ളൂ, ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ടീമുണ്ട്. കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ വീഡിയോ എന്ന് വെച്ച സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞതാണ് അവർ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ എന്തോ പോലെ. അപ്പോൾ നമുക്കൊന്നും സ്വന്തം അഭിപ്രായമില്ല, നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ പറയാൻ പാടില്ല, നമ്മൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിഷയം. അത് ശരിയല്ല. എന്തായാലും ഇവൻ്റെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ഇവനെതിരെ ഒരുത്തൻ വീഡിയോ ചെയ്തിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് സംസാരിച്ചത്. അവൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ച് അവന് മറുപടി ഉണ്ടായിരിക്കുന്നുള്ളത്. അതാണ് കിച്ചു എടുത്ത് പറയുന്നത്. എന്തായാലും പോവാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമൻറ്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം, ഓക്കെ. അല്ലാണ്ട് ഹാറ്റേഴ്സെല്ലാം പറഞ്ഞ് ഉള്ള കമൻറ്റ് വഴിയെല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം, ഓക്കെ. അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല കിച്ചു, മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്, വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ആരും ചെയ്ത പോലെയല്ല. ഇവൻ്റെ വീഡിയോ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു ഇവന് ശരിക്കും മറുപടി എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ മറുപടി വരുന്നത് ഇതാണ്, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ചെക്കനെ വെറുതെ എരിവ് കയറ്റി കൊടുത്തിട്ട് ഇവനെ വെറുതെ എരിവ് കയറ്റില്ല, അവനെ വെറുതെ പ്രകോപിപ്പിക്കേണ്ട കണ്ടീഷൻ. കാരണം അത് ശരിയല്ല. നമ്മളൊക്കെ അഭിപ്രായം പറയുന്ന സമയത്ത് ഒരു കാരണവശാലും ഇവർ തമ്മിൽ തല്ലിക്കാനുള്ള പരിപാടി എടുക്കുന്നില്ല. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഇവർ തമ്മിൽ രമ്യതയിൽ പരിഹരിച്ച് പോട്ടെ, പോട്ടെ എന്ന് പറയുന്നുള്ളൂ. പക്ഷെ ഇതുപോലത്തെ ആൾക്കാർ സംസാരിക്കുമ്പോൾ എന്താ അറിയോ, ദേഷ്യം പിടിക്കും. അപ്പം നമ്മൾ പല പരിപാടികളും ചെയ്യും. കാരണം അത്രയും സൈബർ ബുള്ളിങ് ആണ് ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇവന് കിട്ടിയിട്ടുള്ളത്. ഇനി കിച്ചുവിന് പറയാം. അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ മെസ്സേജ് എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് വായിച്ചു കേട്ടോ. ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. വളരെ മച്ചുവേർഡായിട്ടുള്ള ഒരു വീഡിയോ. ഇത് ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് രേണുവിൻ്റെ ആൾക്കാർ തന്നെയാണ്. ഇവൻ അയച്ച മെസ്സേജ് ഇതാണ് കേട്ടോ. ഹായ്, ഞാനൊരു കാര്യം പറയാനാ മെസ്സേജ് ഇട്ടെ. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. അതായത് ആ ചുണ്ടിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്തൊരു വീഡിയോ ആണ്. ചുണ്ട് കടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചത്. എനിക്ക് അറപ്പൊക്കെ തോന്നിയൊരു വീഡിയോ. ഞാൻ അവർ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയാണ്, എന്നാലും പറയേണ്ട സിറ്റുവേഷൻ വരുത്തുകയാണ്. കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ബിഗ് ബോസ് പോലെയുള്ള വലിയ TV ഷോയിൽ ഇറങ്ങിയ ഒരു ആൾ ഇങ്ങനെയൊക്കെ ആണോ കാണിക്കേണ്ടത്? എത്ര ഷോസും പ്രൊമോഷനും ഒക്കെ കിട്ടുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടി അങ്ങനെ ജീവിച്ചൂടെ? ഫെയിം ആയിട്ട് നിൽക്കുമല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കണോ? ഋതപ്പനെ ഓർത്ത് എങ്കിലും ഇതൊക്കെ നിർത്തി, അല്ലാതെ ഇങ്ങനെയൊക്കെ ജീവിക്കാം. ഫെയിം ഉള്ളത് അല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കാതെ
ഇരിക്ക്, അത്രയ്ക്കും വിഷമം വന്നിട്ടാണ് പറയുന്നത്. ഇതുവരെ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടോ പ്ലീസ്? അത്രയും ആ ചെക്കൻ്റെ മനസ്സുണ്ടായി എഴുത്തിയതിൽ, കിച്ചുവിൻ്റെ മനസ്സുണ്ട് ഈ ഒരു മെസ്സേജിൽ. റിതപ്പൻ ഇതൊക്കെ എഫക്റ്റ് ചെയ്യൂലേ? അവനും ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ? അവൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ എടുക്കും, അറിയാലോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഇത്ര മെച്ചുവേർഡ് കാര്യം അവൻ ചിന്തിക്കുന്നുണ്ട്. ആ ചെക്കൻ എന്തൊക്കെ കാണുന്നു, അവൻ ഓൾറെഡി നടക്കുകയാണ് ഈ പയ്യൻ. പുറത്തിറങ്ങാൻ പറ്റാതെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് മൂലം പോകും. ഇതൊക്കെ നമ്മൾ സംസാരിച്ച കേസാണ്. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ഈ കാര്യങ്ങൾ എത്തുകയാണ്. ഇനിയും രേണുവിൻ്റെ ഇതും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇനി അവർക്ക് നല്ല ഇത് പറഞ്ഞു കൊടുക്കൂ. അവരോട് ചെയ്യരുതെന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ചുറ്റുമുള്ളത് എല്ലാ അലവലാദികളാണ്, അതിൽ യാതൊരു സംശയമില്ല. അതിനോട് ഇങ്ങനത്തെയൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അവർ മറുപടി ഇതാണ്. അതിൽ ഞാൻ ലൈവാണ് പോയത്, എൻ്റെ ലിപ്പ് പൊട്ടിയിരിക്കുന്ന കാര്യം ആണ് സംസാരിച്ചത്, അല്ലാതെ വൃത്തികേടായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് നല്ല കോൺഫിഡൻസ് എന്തോ പറയുന്നുണ്ട്, ബാക്കി ഇതിൽ കാണിക്കുന്നില്ല. ഇതാണ് ആ ചാറ്റ്. അത് അത്രയും മനുഷ്യന് ഞാൻ പറയാം എല്ലാവർക്കും അറപ്പ് തോന്നിയിട്ടുള്ളൊരു വിഷയമായിരുന്നു അത് ഇത്. അപ്പോൾ ആ പയ്യൻ എത്രത്തോളം, അപ്പോൾ അവൻ്റെ പ്രശ്നം അതാണ്, ഒരാൾക്കും സഹിക്കില്ല, ഒരു മക്കൾക്കും സഹിക്കില്ല. ഇനി വളർത്തും ഇതാണെന്നുണ്ടെങ്കിലും സ്വന്തം മക്കൾക്കാണെന്നുണ്ടെങ്കിലും ഒരാൾക്കും സഹിക്കില്ല. ഇതുപോലെ പിന്നെ അമ്മമാർ ചെയ്യുന്നത്, വീട്ടിലുള്ള സ്ത്രീകൾ ചെയ്യുന്നത് എല്ലാം ചോദിക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മളെ വീട്ടിലെ സ്ത്രീകൾ ചെയ്താൽ പറ്റുമോ എന്ന് ചോദിക്കുക അല്ലേ? നിങ്ങളെ വീട്ടിലാണെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങളെ വീട്ടിലെ സ്ത്രീ ആണെങ്കിൽ എന്താ ചെയ്യുക, ഇതെല്ലാം എല്ലാവരും പറയുമ്പോൾ ചോദിക്കുക. ആ ഒരു സാധനം എൻ്റെ മനസ്സിൽ കൂടി പോയതുകൊണ്ടാണ് ഇവൻ ഈ ഇത് കാര്യം അന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ വന്ന കമൻസ് നോക്കിക്കോളൂ. മോനെ ഇതുപോലെ നീ എല്ലാവർക്കും മറുപടി കൊടുക്കണം, എങ്കിലേ മോന് ജീവിക്കാൻ പറ്റൂ. മോനെ ഒന്നിനും ടെൻഷൻ അടിക്കേണ്ട, എന്നെപ്പോലുള്ള ഒരുപാട് അമ്മമാർ നിനക്കുണ്ട്. അത് രേണുവിനെ പോലെയുള്ള അമ്മമാരല്ല, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, അവർക്ക് വേണ്ടി എല്ലാ ഇഷ്ടവും മാറ്റിവെച്ച് അവരുടെ വളർച്ചയ്ക്ക് മാത്രം ആഗ്രഹിക്കുന്ന അമ്മമാർ ഇവിടെയുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ മോനെ വേണം, കൂടെയുണ്ട്, തളർന്നു പോകരുത്. എന്താ ഇവർ ഭയങ്കര സപ്പോർട്ട് കിട്ടില്ല. നോ വണ്ടർ ഈസ് ഗെറ്റിംഗ് സപ്പോർട്ട് കിട്ടാതിരിക്കില്ല. കാരണം എങ്ങനെയാണ് കാര്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ഇത് മുണ്ടാതിരുന്നാൽ മതിയെന്നു. കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ഇത് ചെയ്യേണ്ട സമയത്ത് അങ്ങനത്തെ ഒരു വീഡിയോ ഒരിക്കലും അവർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. ഞാൻ ഈ അസുഖം വന്നിരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ കഷ്ടമുണ്ട്, വിഷമമാണ്. എന്നാലും അവന് മാത്രമാണ് അറിയുക എന്താണ് സഹിച്ചത് എന്ന്. ഉചിതമായ മറുപടി കൊടുത്തതിന് ശേഷം ഒരു ബിഗ് സല്യൂട്ട്. അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചപ്പോൾ സമാധാനമായി കാണും ഫാൻസിന്. കിച്ചു നിനക്ക് ശരിയെന്ന് തോന്നിച്ചിരിക്കുക, കറക്റ്റാണ്. ഇത് ഫാൻസായിട്ട് രേണുവിന് വാങ്ങിക്കൊടുത്താൽ ഇവരെ പറയുന്ന നമ്മളൊന്നും ദയവ് ഇത് പറയരുത് കേട്ടോ, എന്നെ പോലുള്ള ആൾക്കാർ നമുക്ക് പറയരുത്. ഇത് ഫാൻസാണ്. ഇവരുടെ വെൽവിഷേഴ്സ് ആണെന്ന് നടിച്ച് ഒപ്പം നടന്ന് വീഡിയോ ചെയ്ത് ഉണ്ടാക്കുന്ന ആൾക്കാരും, അതായത് അവരൊക്കെ അങ്ങനത്തെ ഭാഷ പറയുന്നത്. ഓരോ ടീമൊക്കെ സംസാരിക്കുന്ന കാണണം. ഇനി എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വന്ന് തെറി വിളിക്കുന്ന രീതിയിൽ തെറി വിളിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളൊന്നും വില കൊടുക്കില്ല, വേറെ കഥ. അങ്ങനത്തെ ആൾക്കാർ പക്ഷേ അവരൊക്കെ എപ്പോഴും കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങളുണ്ടല്ലോ. ശരിയാണ്, രേണുവിനെ വിമർശിച്ചിട്ടുണ്ട്, ചെയ്യുന്ന കാര്യത്തിൽ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കേസിലാണ്, ഞാൻ എപ്പോഴും അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അവർ ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. എല്ലാം സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുമുണ്ട്. അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഏത് കാലത്ത് നോക്കിയിട്ടുള്ളൂ. ഇതൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് അസുഖമാണല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. സൂപ്പർ മോനെ, നല്ല മറുപടി അനുഭവിച്ചവർക്ക് ഇതൊക്കെ മനസ്സിലാവും. പുറത്ത് നിന്നും ആർക്കും ഉപദേശിക്കാൻ കഴിയും. എന്തായാലും നീ നല്ല മറുപടി കൊടുത്തത് എനിക്ക് അവൻ അനുഭവിച്ച മാനസികാവസ്ഥ എന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്മ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കിച്ചു പറഞ്ഞതാണ് ശരി എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് കിച്ചുവിനാണ് ഈ ഒരു ഇതിൽ സപ്പോർട്ട് വരുന്നത്. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞൊരു കേസ്, ഇത് ഇവിടം കൊണ്ട് നിൽക്കണം. ഇത് ഇവിടം കൊണ്ട് നിന്നിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി ഇത് നെക്സ്റ്റ്, ഇനി പലർക്കും ആണെന്നുണ്ടെങ്കിലും രേണുവിനൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ദയവ് ഇത് വരാതിരിക്കുക. ഇതിവിടെ നിൽക്കട്ടെ. രേണു അത് പറഞ്ഞു, അതിന് ഫാൻസ് ഏറ്റെടുത്ത് രേണു ഇങ്ങനെ കാര്യം പറഞ്ഞു, എൻ്റെ മകൻ 15 വയസ്സ് മുതൽ നോക്കിയ മകൻ വരുന്നില്ല, ആ ഒറ്റ കാര്യം കൊണ്ട് അവന് സൈബർ ബുള്ളിയും കിട്ടി. അത് പല ആൾക്കാരും ഏറ്റെടുത്തു, അവർ വീഡിയോ ചെയ്തു. അതിനുള്ള റെസ്പോൺസായിട്ട് ഇവൻ കൊടുത്ത സമയത്ത് അവന് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവൻ തുറന്നു പറഞ്ഞു. അതായത് ലോകം മുഴുവനും രേണുവിൻ്റെ കേസിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം അവൻ തുറന്നു പറഞ്ഞു. ഇതോടുകൂടി നിന്നോട്ടെ. വന്നാൽ നമ്മൾക്ക് കോണ്ടൻ്റ് ആവും, സംസാരിക്കാം. പല ആൾക്കാരും മാറി നിന്ന് ചിരിച്ചിട്ട് ആൾക്കാർ പറയുമായിരിക്കാം എന്താ അവസ്ഥ. കാരണം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പുറത്തേക്ക് വരാതിരിക്കട്ടെ. എന്താ പറയുക അല്ലേ, വല്ലാത്തൊരവസ്ഥ. ഇതാണ് ഈ അസുഖം വന്ന ഇത് കാര്യം കൊണ്ട്. ഇപ്പോൾ സപ്പോസ് അസുഖം വരാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഒരവസ്ഥ. അസുഖം വന്നുകൊണ്ട് നമുക്ക് യാതൊന്നും പറയാനും വയ്യ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.